لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل മുഹമ്മദ്. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. ഓരോ 11 മാസത്തിൻ്റെയും ഇടവേളകളിൽ ഇതുപോലെ റമദാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് നൽകിയ ഈമാനും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ സൂക്ഷ്മത, ഭക്തിയും നിലനിർത്തുവാനും കൂടുതൽ സംസ്കരിക്കുവാനുമുള്ള ഒരു നല്ല അവസരമായിട്ടാണ് റമദാനിനെ അള്ളാഹു നമ്മിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. സൂറ അൽ ബഖറ 183 മുതൽ 187 വരെയുള്ള വചനങ്ങളിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്തുകൾ ആദ്യവും അവസാനവും ഒരു ബിന്ദുവിലാണ് അള്ളാഹു കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ലഅല്ലഹും യത്തഖൂൻ എന്ന ഒരു കാര്യം മാത്രം. മനുഷ്യർക്ക് ഭക്തിയോടുകൂടെ ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ പറയാൻ കാരണം, മനുഷ്യരായ നമ്മുടെയൊക്കെ മനസ്സ് നന്മയെപ്പറ്റിയും തിന്മയെപ്പറ്റിയും, നല്ലതിനെ പറ്റിയും മോശമായതിനെ പറ്റിയും ചിന്തിക്കുവാനുള്ള പാകത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്നുള്ള ആയത്ത് നമുക്ക് പരിചയമുള്ള വചനങ്ങളാണ്. ആ മനസ്സിൽ ധർമ്മത്തെപ്പറ്റിയും അധർമ്മത്തെപ്പറ്റിയും നല്ലതിനെപ്പറ്റിയും ചീത്തയെപ്പറ്റിയുമുള്ള ഒരു ബോധം അള്ളാഹു നിക്ഷേപിച്ചത് കൊണ്ട് തന്നെ നന്മ ചെയ്യുക എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാളേറെ നമ്മുടെ മനസ്സ് ആഭിമുഖ്യം കാണിക്കുന്നത് തിന്മയോടും അനാവശ്യമായ കാര്യങ്ങളോടുമായിരിക്കും. അതിൽ നിന്ന് മനുഷ്യനെ ചെറുത്തുകൊണ്ട് തിന്മകൾക്കെതിരായ ഒരു ശക്തമായ പ്രതിരോധം തീർക്കുവാൻ തഖ്വക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തഖ്വ ഉണ്ടാക്കുന്ന ആരാധനകളും പുണ്യങ്ങളും നന്മകളും നല്ല ചിന്തകളുമായിട്ട് മനുഷ്യ ജീവിതം കർമ്മനിരതമാകുമ്പോൾ മാത്രമേ തിന്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അധ്യായത്തിൻ്റെ ആരംഭവും കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ എന്നിങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന വലിയ അത്ഭുതങ്ങളാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എത്ര ദീപ്തമാവണം, അതിൻ്റെ പ്രാധാന്യം എന്തുകൂടി എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അതായത് ഈ ആകാശവും ഭൂമിയും രാവും പകലും സൂര്യനും ചന്ദ്രനും ഈ കാണുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന പോലെ തന്നെ പ്രധാനമാണ്, ലളിതമായ യാഥാർത്ഥ്യമാണ്, നല്ല മനസ്സ് ഒരാൾക്കില്ലെങ്കിൽ ജീവിതം ദുസ്സഹമാകും എന്ന കാര്യം. അതുകൊണ്ട് നല്ല മനസ്സ് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാക്കിയെടുക്കുക, അതിനാവശ്യമായ പ്ലാനിങ്ങുകൾ നടത്തുക, പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുക, പൈശാചികമായ എല്ലാ ചിന്തകളെയും പടിക്ക് പുറത്തു നിർത്തുക എന്നതാണ് ഈ റമദാൻ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു സ്വഹാബി ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എന്താകുന്നു എന്ന്. അതിന് പല സന്ദർഭത്തിലും പല കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തി റസൂലുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും നോമ്പുമായി ബന്ധപ്പെട്ട മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം കൊടുത്ത മറുപടി അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹു എന്നാണ്. നീ നോമ്പെടുക്കുക, കാരണം നോമ്പിന് പകരമായി മറ്റൊന്നും വെക്കുവാനില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞ മറുപടി. നമ്മൾ ശരീരത്തിനും ആത്മാവിനും മനസ്സിനുമെല്ലാം എല്ലാ അർത്ഥത്തിലും സംസ്കരണം ലഭിക്കുന്നു.
അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. നാം എന്ത് ചോദിച്ചാലും അള്ളാഹു തത്സമയം തരുന്ന രൂപത്തിൽ ഇസ്തിജാബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം ലഭിക്കുന്ന ഒരു വിഭാഗത്തിൽ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഉൾപ്പെടുവാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് പകരമായി സമാനമായി മറ്റൊന്നുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ രൂപത്തിൽ റമദാനിനെ പൂർണ്ണമായും ഉപയോഗിക്കുവാനും പ്രവർത്തനക്ഷമതയോടുകൂടെ ഈ റമദാൻ ആദ്യാവസാനം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഭക്തരായി കഴിയുവാനും നാം തയ്യാറാവുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.